ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. സന്തോഷമുള്ളവരെല്ലാവരും ചേർന്ന് കരങ്ങൾ ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. സന്തോഷത്തോടെ നിങ്ങളെല്ലാവരും ദൈവസന്നിധിയിൽ ഇരിക്കണം. സ്തോത്രം. നിങ്ങളുടെ പ്ലസൻ്റ് ആയിട്ടുള്ള മുഖം കാണുന്നതാണ് എനിക്ക് സന്തോഷം. ഹല്ലേലൂയ. സന്തോഷത്തോടെ നിങ്ങളിരിക്കണം. അത് നിങ്ങളുടെ സന്തോഷം കാണുമ്പോൾ അതൊരു ഫീഡ്ബാക്കായിട്ടാണ് ഞാൻ എടുക്കുന്നത്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. സന്തോഷത്തോടെ ദൈവസന്നിധിയിൽ ഇരിക്കണം. ഹല്ലേലൂയ. പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മോട് സംസാരിക്കട്ടെ. ആമേ. പാസ്റ്ററിൻ്റെ ശബ്ദത്തിനപ്പുറം ദൈവത്തിൻ്റെ ശബ്ദം നമ്മൾ കേൾക്കാനിടയാകണം. ഹല്ലേലൂയ. നമുക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. ആമേൻ. യാക്കോബിൻ്റെ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 12-ാമത്തെ വാക്യം. ജെയിംസ് ചാപ്റ്റർ 1 verse 12. Yes, blessed is the man who perseveres under trial, because when he has stood the test, he will receive the crown of life that God has promised to those who love him. ആർക്കെങ്കിലും ഒരാൾക്ക് മലയാളത്തിലൂടെ വായിക്കാമല്ലോ. Praise the Lord. Hallelujah. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. യാക്കോബിൻ്റെ ലേഖനം നമ്മൾ ബൈബിൾ സ്റ്റഡി ആയിട്ട് പ്രദീപ് പാസ്റ്റർ ചില ആഴ്ചകൾ നമ്മളെ പഠിപ്പിച്ച അതാണ് യാക്കോബിൻ്റെ ലേഖനം. എത്ര പേർക്ക് ഓർമ്മയുണ്ടാകുമെന്ന് എനിക്കറിയത്തില്ല. സ്തോത്രം. ഓർമ്മ മിക്കവർക്കും കാണാൻ സാധ്യതയില്ല, അതുകൊണ്ട് തന്നെ എനിക്ക് റിപ്പീറ്റ് ചെയ്യുന്നതിന് അതിലും കുഴപ്പമില്ല. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. ദൈവം അനുഗ്രഹിക്കട്ടെ. യാക്കോബ് എന്ന് പറയുന്നത് പല യാക്കോബുമാരെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. കർത്താവിൻ്റെ ശിഷ്യന്മാരുടെ കൂട്ടത്തിൽ 2 യാക്കോബുമാരുണ്ടായിരുന്നു. സ്തോത്രം. ആ 2 യാക്കോബുമാരും അല്ല ഇത് എഴുതിയത്. യേശു ക്രിസ്തുവിൻ്റെ അർദ്ധ സഹോദരനായ ഹാഫ് ബ്രദർ, യേശു ക്രിസ്തുവിൻ്റെ സഹോദരൻ, യൂദയുടെ സഹോദരൻ എഴുതിയതാണ് ഈ ലേഖനം. അപ്പോൾ യാക്കോബിനെ കുറിച്ച് പറയുമ്പോൾ പത്രോസിൻ്റെ ശുശ്രൂഷ ജെറുസലേമിൽ നിന്ന് മറ്റ് സ്ഥലങ്ങളിലേക്ക്, പത്രോസ് ലീഹയുടെ ശുശ്രൂഷ യെരുശലേമിൽ നിന്ന് മറ്റ് സ്ഥലങ്ങളിലേക്ക് ആമേൻ മാറിയപ്പോൾ യെരുശലേമിലുള്ള ആദ്യത്തെ ജൂയിഷ് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ സഭ, യെരുശലേം സഭയെ ലീഡ് ചെയ്തത്, അതിന് അധ്യക്ഷത വഹിച്ചത് യാക്കോബാണ്. വളരെ ശക്തനായ ഒരു സ്പിരിച്വൽ ലീഡറായിട്ട് താൻ ഉയർന്നു വരുവാനിടയായി തീർന്നു. പ്രൈസ് ദി ലോർഡ്. യേശു കർത്താവിൻ്റെ ശുശ്രൂഷ തുടങ്ങുന്ന സമയത്തൊന്നും യേശുവിൻ്റെ സഹോദരന്മാർ കർത്താവിനോട് അത്ര ശുശ്രൂഷയ്ക്ക് അക്സെപ്റ്റൻസ് ഒന്നും കൊടുത്തില്ല. എന്നാൽ ഹല്ലേലൂയ, മരിച്ച ഉയർത്തെഴുന്നേറ്റ ഹല്ലേലൂയ കർത്താവ് അവരുടെ ജീവിതത്തെയൊക്കെ മാറ്റിമറിക്കുവാനിടയായി. യേശുക്രിസ്തുവിൻ്റെ ക്രൂശ് മരണം, യേശുക്രിസ്തുവിൻ്റെ അടക്കം, പുനരുത്ഥാനം അവരെ മാറ്റിമറിച്ചുവെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അവർ കർത്താവിനെ പിൻപറ്റുവാനിടയായി. ഹല്ലേലൂയ. യെരുശലേം സഭയ്ക്ക് നേതൃത്വം കൊടുക്കുവാൻ യാക്കോബിനെ ദൈവം ഉപയോഗിച്ചു. യെരുശലേം സഭ വലിയ പീഡകളിലൂടെ, പെർസിക്യൂഷൻസിലൂടെ കടന്നുപോയപ്പോൾ, ട്രയൽസിലൂടെ കടന്നുപോയപ്പോൾ, ഹല്ലേലൂയ, ഫാമിനിലൂടെ കടന്നുപോയി. ജെറുസലേമിൽ ഒത്തിരി വലിയ ഫാമിൻ ഉണ്ടായി. നമുക്കറിയാം, പൗലോസ് അപ്പോസ്തലൻ കളക്ഷനൊക്കെ എടുക്കുന്നുണ്ട്. ജെറുസലേം സഭ വലിയ ദാരിദ്ര്യത്തിലായിപ്പോയി. അപ്പോൾ കൊരിന്തിൽ നിന്നും മറ്റ് സ്ഥലങ്ങളിൽ നിന്നൊക്കെ കളക്ഷൻ എടുത്തിട്ട് താൻ ജെറുസലേമിലുള്ളവരെ സഹായിക്കാൻ വേണ്ടിയിട്ട് ഹല്ലേലൂയ അതിനുള്ള കളക്ഷൻ എടുക്കുന്നുണ്ട്. അപ്പോൾ ആ സമയത്തൊക്കെ സഭയ്ക്ക് നേതൃത്വം കൊടുത്ത അഭിഷിക്തനാണ്, ദൈവദാസനാണ് യാക്കോബ് എന്ന് പറയുന്നത്. അപ്പോൾ യാക്കോബ് ആമേൻ ലേഖനം എഴുതുന്നത് പ്രധാനമായും ജൂയിഷ് ക്രിസ്ത്യൻസിനെ കേന്ദ്രീകരിച്ചാണ്. യഹൂദ ക്രിസ്ത്യാനികളെ വിശ്വാസത്തിൽ ഉറപ്പിക്കാനാണ്. പ്രധാനപ്പെട്ട പഠിപ്പിക്കലുകൾ ഒത്തിരിയുണ്ട്. അത് ഈ അധ്യായത്തിൽ ഇതെല്ലാം പറയാൻ എനിക്ക് സമയമില്ല. അല്ലെങ്കിൽ അപ്പോൾ ഞാൻ എല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ, എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഈ വാക്യം പ്രസംഗിക്കാൻ സമയം കിട്ടത്തില്ല. എനിക്ക് ആഗ്രഹമുണ്ട് എപ്പോഴും ഞാൻ എടുക്കുന്ന പാസേജിനോട് നീതി പുലർത്തണമെന്ന്, അല്ലെങ്കിൽ എടുക്കുന്ന പാസേജിൽ നിന്ന് സംസാരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. ഈ പ്രധാനപ്പെട്ട ഒന്ന് ഓടിച്ച് ഞാൻ പറഞ്ഞു പോകാം. പ്രധാനപ്പെട്ട ഇതിനകത്തിലെ പരാമർശ വിഷയങ്ങൾ. ഒന്ന് ഫേവറിറ്റിസം എന്ന് പറയുന്നത്, അത് പ്രദീപ് പാസ്റ്റർ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ള ഫേവറിറ്റിസം, പക്ഷപാതം കാണിക്കുന്നു. സ്തോത്രം. ഫേവറിറ്റിസം വാസ് ലവ്. ഫേവറിറ്റിസം എന്ന് പറയുന്നത് ദൈവസ്നേഹത്തിൻ്റെ ഓപ്പോസിറ്റാണ്. ഓക്കെ. അടുത്തെന്ന് പറയുന്നത് ജെനുവിൻ ഫെയ്ത്ത്, യഥാർത്ഥ വിശ്വാസം.
ഒബീഡിയൻസ് ടു ജീസസ്, യേശുവിനോടുള്ള വിശ്വാസം, യേശുവിനോടുള്ള അനുസരണം. പിന്നെ നമ്മുടെ നാവിനെ, നമ്മുടെ നാവിനെ നിയന്ത്രിക്കണം. സ്തോത്രം. പിന്നെ എന്ന് പറഞ്ഞാൽ കണ്ടമിങ് അതേഴ്സ്, മറ്റുള്ളവരെ കണ്ടം ചെയ്യുന്നതിനെക്കുറിച്ച് അല്ലെങ്കിൽ മറ്റുള്ളവരെ ജഡ്ജ് ചെയ്യുന്നതിനെക്കുറിച്ച് ഞാൻ പ്രാരംഭത്തിൽ പറഞ്ഞല്ലോ. ഇതെല്ലാം പറയാൻ സമയം കിട്ടുമെന്ന് വിചാരിച്ചാൽ ഞാൻ അപ്പോൾ പറഞ്ഞത്. സ്തോത്രം. മറ്റുള്ളവരെ ജഡ്ജ് ചെയ്യുന്നതിനെക്കുറിച്ച് നമ്മൾ ജഡ്ജ് ചെയ്യാൻ പാടില്ല, വിധിക്കാൻ പാടില്ല. പിന്നെ നമ്മൾ പറയുന്ന വാക്കുകളൊക്കെ എസ് എന്നും നോ എന്നും ഉവ്വ് എന്നും ഇല്ല എന്നും ആയിരിക്കണം. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. സത്യം പറയാൻ വേണ്ടി വിളിക്കപ്പെട്ടവരാ നമ്മൾ. നമ്മുടെ നാവോട് സത്യം മാത്രമേ പറയാവൂ. സ്തോത്രം. ചില സത്യം പറയത്തില്ല, കള്ളം പറയത്തില്ല, ന്യൂട്രൽ വേയിലങ്ങ് പോവും. അല്ലെ, അതിനർത്ഥം സത്യം എന്ന് പറയും. അതും ദൈവമക്കൾക്ക് അലൗഡ് അല്ല. നമ്മുടെ നാട്ടിലൊക്കെ പറയത്തില്ലേ, എവിടെ പോവും, ഇവിടെ വരെ പോകുന്ന മിക്കവർക്കും വഴിഞ്ചരിക്കോ കൊല്ലത്തിനോ ഒക്കെ ആയിരിക്കും. ഹല്ലേലൂയ. ഞാൻ ജസ്റ്റ് ഉദാഹരണം പറഞ്ഞതാ. ഞാൻ അതിൻ്റെ തീം മാത്രം പറഞ്ഞു വിടുകയാണ്. പിന്നെ ഡേഞ്ചർ ഓഫ് വെൽത്ത്. സ്തോത്രം. ഡേഞ്ചർ ഓഫ് വെൽത്ത് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഹാസ് എന്താ പറയുന്നത്, ഈ ധനം നമ്മൾ അരഗൻസ് ക്രിയേറ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട് എന്ന് പറഞ്ഞാൽ ധനവന്മാരെല്ലാം അരഗൻ്റാണെന്നല്ല ഞാൻ പറയുന്നത്. ദ ഡേഞ്ചർ ഓഫ് വെൽത്തിനെ കുറിച്ച് യാക്കോബ് പറയുന്നുണ്ട്. അടുത്തെന്ന് പറയുന്നത് പേഷ്യൻസ് ആൻഡ് ഹോപ്പ്. നമുക്ക് പേഷ്യൻസ് ഉണ്ടാക്കണം, നമുക്ക് ക്ഷമയുണ്ടാകണം, പ്രത്യാശ ഉണ്ടാകണം. അടുത്ത ഇതിനകത്തുള്ള തീം എന്ന് പറയുന്നത് ഫെയ്ത്ത് ഫിൽഡ് പ്രെയർ ആണ്. ഫെയ്ത്ത് ഫിൽഡ് പ്രെയർ, വിശ്വാസത്തിൽ നിറയപ്പെട്ട പ്രാർത്ഥന, ദീനക്കാരനെ സൗഖ്യമാക്കുന്നത്. ഫെയ്ത്ത് ഫിൽഡ് പ്രെയർ. ഇത് പ്രധാനപ്പെട്ട ഈ യാക്കോബിൻ്റെ ലേഖനത്തിലെ പ്രധാനപ്പെട്ട പ്രതിപാദ്യ വിഷയങ്ങളാണ്. എൻ്റെ വിഷയത്തിലേക്ക് ഞാൻ വരുക, ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഹല്ലേലൂയ, നമ്മൾ വായിച്ച വേദഭാഗം, പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ. പരീക്ഷ ഇഷ്ടമുള്ള എത്ര പേരുണ്ട്? ഡു യു ലൈക്ക് ടെസ്റ്റ്, എക്സാം? അവിടുത്തെ തല കുലിക്കുക, വേണ്ട. ഹല്ലേലൂയ, ആമേൻ. പരീക്ഷയെ വേണ്ട. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഇവിടെ പറയുകയാണ് പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. യാക്കോബിൻ്റെ ലേഖനത്തിന് 1-ാമത്തെ ഭാഗത്തിൽ പറയുന്നുണ്ട്, അതിൻ്റെ 2-ാമത്തെ വാക്യം, 1-ന്റെ 2-ാം വാക്യം. സ്തോത്രം. അപ്പം നിങ്ങൾ വിവിധ പരീക്ഷകളിലകപ്പെടുമ്പോൾ, ട്രയൽസ് എന്നും ടെസ്റ്റ് എന്നുമുള്ള വേർഡാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. വിവിധ പരീക്ഷകൾ. നിങ്ങൾ വിവിധ പരീക്ഷകളിൽ അകപ്പെടുമ്പോൾ നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ പരിശോധന, നിങ്ങൾ പെർസിക്യൂഷൻസിലൂടെ കടന്നു പോകുമ്പോൾ, നിങ്ങൾ ട്രയൽസിലൂടെ കടന്നു പോകുമ്പോൾ, ആ ട്രയൽസ് അഥവാ അത് ടെസ്റ്റാണ്. നിങ്ങളുടെ വിശ്വാസത്തെ ടെസ്റ്റ് ചെയ്യുകയാണ്. നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ പരിശോധന എന്തുളവാക്കുന്നു? സ്ഥിരതയുളവാക്കുന്നു എന്നറിഞ്ഞ് അത് അശേഷം സന്തോഷമെന്ന് എണ്ണണം. ഞാൻ പറഞ്ഞല്ലോ, ജൂയിഷ് ക്രിസ്ത്യൻസ് അവരൊത്തിരി പെർസിക്യൂഷൻസിലൂടെ കടന്നു പോവുക, ഒത്തിരി പ്രശ്നങ്ങൾ ഫേസ് ചെയ്യുക. ഹല്ലേലൂയ, ഒത്തിരി പ്രശ്നം ഫേസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ, ജൂയിഷ് എന്ന് പറഞ്ഞാൽ ഒത്തിരി റെസ്പെക്റ്റ് കിട്ടുന്നൊരു റിലീജിയനാണ്. പൊളിറ്റിക്കലി ഒക്കെ ഒത്തിരി ഇൻഫ്ലുവൻസ് ഉള്ള ആളുകളാണ് അവർ. പക്ഷെ അതിനിടയ്ക്കാണ് ഈ ക്രിസ്ത്യൻസ്, യഹൂദ മതം വിട്ടു വന്നവർ. അപ്പോൾ യഹൂദ മതക്കാർ പീഡിപ്പിക്കുന്നുണ്ട്, സമൂഹത്തിലൊരു ബഹുമാനം കിട്ടുന്നില്ല, എല്ലാ നിലകളിലും അവർ കഷ്ടം അനുഭവിക്കുക. അവരെ ബലപ്പെടുത്തുക. നിങ്ങൾ കടന്നു പോകുന്ന ടെസ്റ്റുകൾ, ഹല്ലേലൂയ, പരിശോധനകളിലൂടെ കടന്നു പോകുന്ന ദൈവമക്കളെ നിങ്ങളെ ബലപ്പെടുത്താനുള്ള ദൈവിക ആലോചനയാ. ഹല്ലേലൂയ. നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ പരിശോധന സ്ഥിരതയുളവാക്കുന്നുവെന്നറിഞ്ഞ് സന്തോഷമെന്നണം. എന്നാൽ നിങ്ങൾ ഒന്നിനും കുറവില്ലാതെ തികഞ്ഞവരും സമ്പൂർണരുമാകണം. തികഞ്ഞവരാകണം. നിങ്ങൾ പെർഫെക്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾ പെർഫെക്റ്റ് ആകാൻ വേണ്ടിയിട്ടാണ്. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ വാക്യത്തിലേക്ക് വേഗം വരികയാണ്. 12-ാം വാക്യം. പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ. എന്താണ് പരീക്ഷ? അതിന് എൻജുവേഴ്സ് ട്രയൽ എന്നാണ് ചില വേർഷൻസ് എഴുതിയിരിക്കുന്നത്. പെർസിവിയേഴ്സ് അണ്ടർ ട്രയൽ എന്ന് എഴുതിയിട്ടുണ്ട്. പരീക്ഷയാണ്, ടെസ്റ്റാണ്. ഹല്ലേലൂയ, ടെസ്റ്റാണ്. ഈ ടെസ്റ്റ് ദൈവം അനുവദിക്കും.
ദൈവം ടെസ്റ്റ് ചെയ്യും. ട്രയൽസ് ദൈവം അനുവദിക്കും. God allows trials. God may test us. സ്തോത്രം. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ളൊരു കാര്യം റിപ്പീറ്റ് ചെയ്യുക, എല്ലാവരും ഇവിടെ ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ ടെസ്റ്റ് എന്ന് പറയുന്നതിനും ട്രയൽ എന്ന് പറയുന്നതിനും ടെംപ്റ്റേഷൻ എന്ന് പറയുന്നതിനും ഒക്കെ മാറി മാറി മലയാളത്തിൽ കൂടുതൽ ഉപയോഗിച്ചിരിക്കുന്നത് സ്തോത്രം പരീക്ഷ എന്നുള്ള വേർഡാണ്. പ്രലോഭനം എന്ന് പറഞ്ഞ പദം ഉപയോഗിക്കേണ്ടിടത്തും പരീക്ഷ എന്നാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പം അതുകൊണ്ട് അത് തമ്മിലുള്ള ഡിഫറൻസ് മനസ്സിലാക്കിയെങ്കിലേ ഈ വേദഭാഗം നമുക്ക് മനസ്സിലാകത്തുള്ളൂ. സോ അപ്പോൾ ഇവിടെ ദൈവം നമ്മളെ ടെസ്റ്റ് ചെയ്യും. ബട്ട് ഗോഡ് വോണ്ട് ടെംപ്റ്റ് യു. സൈറ്റൻ ഈസ് ദ ടെംപ്റ്റർ. പിശാചാണ് പ്രലോഭനം ഇടുന്നത്. എന്തിനാ പ്രലോഭനം ഇടുന്നത്? പാപം ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ദൈവം നമ്മളെ ടെസ്റ്റ് ചെയ്യും, നമ്മളെ പരിശോധന കഴിക്കും, അല്ലേ? ആമേൻ. ഒരു വാക്യം വായിക്കാം. ഉൽപ്പത്തി പുസ്തകം 22:1 വായിക്കാമോ? ഉൽപ്പത്തി പുസ്തകം ജനസിസ് ചാപ്റ്റർ 22 വേഴ്സ് 1. കുഞ്ഞുങ്ങൾ ആരെങ്കിലും ഇംഗ്ലീഷിൽ വായിക്കാമോ? ഒരു മിനിറ്റ് സിസ്റ്റർ. ഇംഗ്ലീഷിൽ ആരെങ്കിലും എടുത്തോ. ജനസിസ് ചാപ്റ്റർ 22 വേഴ്സ് 1. God tested Abraham. കുഞ്ഞുങ്ങളൊക്കെ റെഡി ആയിട്ടിരിക്കണം. സ്തോത്രം. God tested Abraham. ദൈവം എന്ത് ചെയ്തു? എബ്രഹാമിനെ ടെസ്റ്റ് ചെയ്തു. അപ്പം ദൈവം ടെസ്റ്റ് ചെയ്യുന്നുള്ള കാര്യം മനസ്സിലായല്ലോ. നമ്മൾ പഠിക്കുവാണെങ്കിൽ എന്തുകൊണ്ട് പരീക്ഷയുണ്ട്. അപ്പോഴാണ് നമ്മൾ പഠിച്ചിട്ടുണ്ടോ എന്ന് വല്ല അറിയുന്നത്. അപ്പം സൺഡേ സ്കൂളിൽ എക്സാം ഉണ്ട്, സ്കൂളിൽ എക്സാം ഉണ്ട്, അല്ലേ? എക്സാം ഉണ്ട്. നാട്ടിലാണെങ്കിൽ പരീക്ഷയാണ്. ഞങ്ങളൊക്കെ പരീക്ഷ എഴുതി എണ്ണം നോക്കി കഴിഞ്ഞാൽ അയ്യോ, ഇതുപോലെ പരീക്ഷിക്കപ്പെട്ടവർ വേറെ കാണത്തില്ല. ഇന്ത്യയിൽ പരീക്ഷിക്കപ്പെട്ടവരാരും കാണില്ല. ഇവിടുത്തെ കുഞ്ഞുങ്ങൾക്കൊക്കെ അത്ര വലിയ പരീക്ഷകളൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. 2ാം ക്ലാസ്സിലും 6ാം ക്ലാസ്സിലും ഒക്കെ ഉള്ളൂ. സ്തോത്രം. അപ്പോൾ ഒരുപാട് പരീക്ഷകൾ എഴുതിയവരാണ് നിങ്ങളുടെ പേരൻസ്. ഓക്കെ, എല്ലാവരും ശ്രദ്ധിക്കണേ. പ്ലീസ് ബി കെയർഫുൾ. ഓക്കെ, പ്ലീസ് ബി അറ്റൻറ്റീവ്. ഓക്കെ, സോ അപ്പോൾ ഈ ദൈവം പരീക്ഷിക്കും, ദൈവം ടെസ്റ്റ് ചെയ്യും. എബ്രഹാമിനെ ടെസ്റ്റ് ചെയ്യുക. എന്നിട്ട് എബ്രഹാമിനോട് ദൈവം പറയാം. സിസ്റ്റർ മലയാളത്തിൽ വായിച്ചോ ആ വാക്യം. ദൈവം പറയുവാണ്, നീ സ്നേഹിക്കുന്ന നിന്റെ ഏകജാതനായ മകനെ ഞാൻ പറയുന്ന സ്ഥലത്ത് കൊണ്ടുപോയി ഞാൻ പറയുന്ന പോലെ യാഗം കഴിക്കണം. പ്രൈസ് ദി ലോർഡ്. നീണ്ട നാളിലെ ആറ്റുനോറ്റിരുന്നുണ്ടായൊരു മോന. സ്തോത്രം. വാഗ്ദത്ത സന്തതിയാ, അല്ലേ? ഹല്ലേലൂയ. അപ്പോൾ അബ്രഹാമിന് കൊടുത്ത തലമുറയാ. സ്തോത്രം. ദൈവം പറയുക, നീ അവനെ കൊണ്ട് യാഗം കഴിക്കണം. സ്തോത്രം. താനായിരിക്കുന്ന സ്ഥലത്തു നിന്ന് ഏകദേശം 3 ദിവസം വഴിദൂരമുള്ള മോറിയയിൽ ചെന്ന് ദൈവം പറയുന്ന മലയിൽ യാഗം കഴിക്കാൻ പറഞ്ഞു. അബ്രഹാം അതിരാവിലെ കഴുതയ്ക്ക് കോപ്പിട്ട് പുറപ്പെട്ടു. സ്തോത്രം. എന്തിനാ? യാഗത്തിന് വേണ്ടി. ഇടയ്ക്ക് മോൻ ചോദിക്കുന്നുണ്ട്, അപ്പാ തീയുണ്ട്, വിറകുണ്ട്, യാഗത്തിനുള്ള മൃഗം എവിടെ? അപ്പോൾ പറയുന്നുണ്ട്, യഹോവ യാഗത്തിനുള്ളത് കരുതിക്കൊള്ളും. ഗാഡ് വിൽ പ്രൊവൈഡ്. എത്ര പേർക്ക് ഇന്ന് പകൽ വിശ്വാസമുണ്ട്? എത്ര പേര് ദൈവവചനം ഏറ്റെടുക്കുന്നുണ്ട്? ഹല്ലേലൂയ. The one who called you is faithful. He will provide. നമ്മളെ വിളിച്ച ദൈവം വിശ്വസ്തന. അവൻ നമുക്ക് വേണ്ടി കരുതും. The one who called us is faithful and he will provide. എന്ന് പറയാമോ? അവൻ കരുതും. അവൻ എനിക്ക് വേണ്ടി കരുതും. അവൻ എൻ്റെ കുടുംബത്തിന് വേണ്ടി കരുതും. അവൻ എൻ്റെ തലമുറകൾക്ക് വേണ്ടി കരുതും. സ്തോത്രം. ദൈവത്തിന് കരുതലുകളുണ്ട്. ഒരുപക്ഷെ നമുക്ക് കരുതലുകൾ കാണത്തില്ല. ഹല്ലേലൂയ. നമുക്ക് കരുതലുകൾ കാണത്തില്ല. പക്ഷെ ദൈവം കരുതുന്നവനാ. ജഹോവ ജായരെ, അവൻ കരുതുന്നവനാ. പ്രൈസ് ദി ലോർഡ്. അവൻ അബ്രഹാം പറഞ്ഞു കരുതും. മോറിയയിലേക്ക് ചെന്നു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പം മകനെ യാഗപീഠത്തിൽ കിടത്തി. എന്നിട്ട് കയറുകൊണ്ട് കെട്ടി യാഗം കഴിക്കുവാൻ സ്തോത്രം കത്തി എടുത്തു. അബ്രഹാം യാഗം കഴിക്കുമായിരുന്നു ഇല്ലയോ?
യാഗം കഴിക്കുമായിരുന്നു. 1 മിനിറ്റ് സ്വർഗത്തിൽ നിന്നും ദൈവത്തിൻ്റെ ദൂതൻ്റെ ശബ്ദം 1 നിമിഷം വൈകിയിരുന്നെങ്കിൽ, എന്ന് പറഞ്ഞാൽ ശബ്ദം 1 നിമിഷം വൈകിയിരുന്നെങ്കിൽ ജീവൻ പോകുമായിരുന്നു. ഹല്ലേലൂയ. ആമേൻ. ദൈവം വൈകുന്ന ദൈവമല്ല. എത്ര പേർക്ക് വിശ്വാസമുണ്ട്? ദൈവം താമസിക്കുന്ന ദൈവമല്ല. ആമേൻ. നമുക്ക് താമസമെന്ന് തോന്നിയാലും നമ്മുടെ ദൈവം താമസിക്കുന്ന ദൈവമല്ല. ഹീസ് ഓൺ ടൈം. ഹല്ലേലൂയ. നമുക്ക് ചിലതൊക്കെ ഒത്തിരി താമസമെന്ന് തോന്നുന്നുണ്ട്, പക്ഷെ നമ്മുടെ ദൈവം വൈകുന്ന ദൈവമല്ല. ഹല്ലേലൂയ. അവൻ തക്ക സമയത്ത് പ്രവർത്തിക്കുന്ന ദൈവമാണ്. ദൈവശബ്ദം ഒഴുകി, അബ്രഹാമേ അബ്രഹാമേ, ബാലന്റെ മേൽ കൈവെക്കരുത്. ഹല്ലേലൂയ. നീ നിന്റെ ഏകജാതനായ മകനെ തരുവാൻ മടിക്കായകൊണ്ട് ദൈവത്തെ ഭയപ്പെടുന്നു. ഹല്ലേലൂയ എന്ന് അറിയുന്നു. പിന്നെ അവിടെ ദൈവത്തിൻ്റെ കരുതൽ വെളിപ്പെട്ടു. ആട്ടുകൊറ്റൻ ആമേൻ ആ കാട്ടിൽ കിടപ്പുണ്ട്. അതിനെ എടുത്ത് അബ്രഹാം തലവൊക്കി നോക്കിയപ്പോൾ ആട്ടുകൊറ്റനെ കണ്ടു. അതിനെ എടുത്ത് യാഗം കഴിച്ചു. വാഗ്ദത്തങ്ങൾ പ്രാപിച്ചു മടങ്ങി വന്നു. ഹല്ലേലൂയ. ആമേൻ. എന്തിനെയാണോ ദൈവത്തിന് കൊടുത്തത്, ആമേൻ, യെസ്, ലിറ്ററലി അവിടെ സാക്രിഫൈസ് നടന്നതായിട്ട് ദൈവം അക്സെപ്റ്റ് ചെയ്തു. ഹല്ലേലൂയ. നിന്റെ ഹൃദയമാ ദൈവം നോക്കുന്നത്. നിന്റെ ഹൃദയമാ ദൈവം നോക്കുന്നത്. നിന്റെ വില്ലിങ്നെസ് ആ ദൈവം നോക്കുന്നത്. ഹല്ലേലൂയ. നമ്മുടെ ആക്ഷൻസ് സെക്കൻഡറിയാ, നിന്റെ ഹൃദയമാ ദൈവം നോക്കുന്നത്. പുതിയ നിയമത്തിൽ, ഹല്ലേലൂയ, പഴയ നിയമത്തിൽ ആക്ഷൻസ് ആയിരുന്നു ഇമ്പോർട്ടന്റ്, പക്ഷെ പുതിയ നിയമത്തിൽ നിന്റെ ഹൃദയമാ ഇമ്പോർട്ടന്റ്. ഹല്ലേലൂയ. നിന്റെ ഹൃദയം ദൈവസന്നിധിയിൽ നേരുള്ളതോ? നിന്റെ ഹൃദയ വിചാരങ്ങൾ നേരുള്ളതോ? ഹല്ലേലൂയ. സ്തോത്രം. പഴയ നിയമത്തിൽ വ്യഭിചാരം ചെയ്താലേ പാപമാകുന്നുള്ളൂ. അവൻ മോഹിക്കേണ്ടതിന് സ്ത്രീയെ നോക്കുന്നവൻ ഹൃദയം കൊണ്ട് വ്യഭിചാരം ചെയ്തു പോയി എന്ന് പുതിയ നിയമം പറയുന്നു. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം സ്തോത്രം സ്തോത്രം. പഴയ നിയമത്തിൽ കൊല ചെയ്താൽ മാത്രമേ പാപമാകുന്നുള്ളൂ. ഹല്ലേലൂയ. ആമേൻ. കൊല ചെയ്യാൻ അല്ലെങ്കിൽ അവനെ കൊല്ലുവാൻ മനസ്സിൽ ചിന്തിച്ചാൽ പുതിയ നിയമത്തിൽ അത് പാപമാ. അവൻ സഹോദരനെ മൂട എന്ന് വിളിക്കുന്നവൻ അഗ്നി നരകത്തിന് യോഗ്യനാകുമെന്ന് കർത്താവ് പറയുകയാണ്. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞത് പഴയ നിയമത്തിൽ ചെയ്താലേ പാപമാകത്തുള്ളൂ, പക്ഷേ ഹൃദയത്തിൽ ചിന്തിച്ചാൽ പോലും ആമേ പുതിയ നിയമത്തിൽ അത് പാപമായി എണ്ണപ്പെടുകയാ എന്ന് പറഞ്ഞാൽ, ഹല്ലേലൂയ, കർത്താവ് പ്രവൃത്തികൾ ഇമ്പോർട്ടൻ്റ് അല്ലെന്നല്ല, പക്ഷെ പ്രവൃത്തികളെക്കാൾ നിന്റെ ഹൃദയം നോക്കുന്നു. നിന്റെ ഹൃദയം ദൈവസന്നിധിയിൽ എങ്ങനെ ഇരിക്കുന്നു? ഹല്ലേലൂയ. ആമേൻ. ഹൃദയം നിറഞ്ഞു കവിയുന്നല്ലോ അധരം പ്രസ്താവിക്കുന്നത്. ആമേൻ. നിന്നെ അശുദ്ധനാക്കുന്ന നിന്റെ ആമേൻ കഴുകാത്ത കൈയല്ല, നിന്റെ ഹൃദയത്തിൻ്റെ അകത്തുനിന്ന് പുറപ്പെടുന്ന ആമേൻ ദുശ്ചിന്തകളും. ഞാൻ പറയുന്നതല്ല, ഇതൊന്നും ഞാൻ പറഞ്ഞതല്ല, ഇതെല്ലാം ബൈബിളിലുള്ള കാര്യമാണ്. ആമേൻ. ഹല്ലേലൂയ. കർത്താവ് പറയുന്നത് നിന്റെ ഹൃദയത്തിൻ്റെ അകത്തുനിന്ന് പുറപ്പെട്ടു വരുന്നതാണ് നിന്നെ അശുദ്ധനാക്കുന്നത്. കൈ കഴുകാത്തത്, നീ കഴുകാത്ത കൈ കൊണ്ട് കഴിച്ചാൽ, എല്ലാവരും കൈ കഴിയിട്ട്, കുഞ്ഞുങ്ങളൊക്കെ എവറി വൺ ഓൾ ദ ചിൽഡ്രൻ പ്ലീസ് ബി അറ്റൻറ്റീവ്. അമ്മ കൈ കഴുകിയിട്ട് ഫുഡ് കഴിക്കണം. പക്ഷെ കർത്താവ് പറയുന്നു കൈ കഴുകാതെ കഴിച്ചാൽ അത് മറപ്പുരയിലേക്ക് പോകും, പക്ഷെ നിന്റെ ഹൃദയത്തിൻ്റെ അകത്തുനിന്ന് പുറപ്പെടുന്നത് നിന്നെ അശുദ്ധനാക്കും. ഹല്ലേലൂയ. സ്തോത്രം. പുറമേ ആമേ ഹല്ലേലൂയ സ്തോത്രം ലെഗ്സും ആമേൻ സന്തൂറും അല്ല, ഇവിടെ സന്തൂറുന്നില്ല, ബോഡി വാഷും ഒക്കെ ഇട്ട് കുളിച്ചിട്ട് വന്നാലും ഹല്ലേലൂയ ദൈവം നോക്കുമ്പോൾ, ഹല്ലേലൂയ, മനുഷ്യൻ നോക്കുമ്പോൾ അയ്യോ നല്ല സുന്ദരക്കുട്ടപ്പൻ സുന്ദരക്കുട്ടപ്പി, ഹല്ലേലൂയ, ദൈവം നോക്കുമ്പോൾ നിന്റെ ഹൃദയമാണ് ദൈവം നോക്കുന്നത്. ഹൃദയങ്ങളെ ഞാനിത് പ്രസംഗിക്കാൻ വന്നതല്ല, എന്തോ എനിക്ക് അറിഞ്ഞുകൂടാ. ആമേ ഹൃദയങ്ങളെയും അന്തരിന്ദ്രിയങ്ങളെയും ശോധന ചെയ്യുന്ന, ഹല്ലേലൂയ, അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണുള്ള ഒരു ദൈവത്തെ, ഹല്ലേലൂയ, ഓ ആ ദൈവത്തിൻ്റെ സാന്നിധ്യം ഇവിടെ ഉണ്ട്. നമ്മുടെ ഹൃദയം ദൈവസന്നിധിയിൽ നേരുള്ളതോ എന്ന് നാം നമ്മെ തന്നെ പരിശോധിക്കണം. സ്തോത്രം. മനുഷ്യൻ്റെ മുമ്പിൽ ഒത്തിരി നമുക്ക് ന്യായീകരണങ്ങൾ പറയാൻ പറ്റും. സർവശക്തൻ്റെ കോടതിയിൽ നമ്മൾ കയറി നിൽക്കുന്നൊരു ദിവസമുണ്ട്. ഹല്ലേലൂയ. ആമേൻ. നല്ല ന്യായാധിപതിയായ കർത്താവിന് മുമ്പിൽ നമ്മൾ നിൽക്കുന്നൊരു ദിവസമുണ്ട്. അന്നൊരു ന്യായീകരണവും പറയുവാൻ നമുക്ക് കഴിയത്തില്ല. അത് പാസ്റ്ററിനും പറ്റത്തില്ല, വിശ്വാസിക്കും പറ്റത്തില്ല. ആമേൻ. അന്ന് നിന്റെ കരങ്ങൾ ബലപ്പെട്ടിരിക്കുമോ? ഹല്ലേലൂയ. അന്ന് നിന്റെ കരങ്ങൾ ബലപ്പെട്ടിരിക്കുമോ? സർവശക്തന്റെ കരം ഭിത്തിമേൽ വന്നപ്പോൾ ബെൽഷസ്സറിന്റെ പാടിപ്പോയെങ്കിൽ, അവൻ അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണുള്ളവന്റെ മുൻപിൽ നീ നിൽക്കുമ്പോൾ നിന്റെ കരങ്ങൾ ബലപ്പെട്ടിരിക്കുമോ? പ്രിയ ദൈവ പൈതലേ,
ഹല്ലേലൂയ. പ്രിയ ദൈവദാസനെ, ഞാൻ എന്നോട് തന്നെ പറയാം, ഹല്ലേലൂയ, ദൈവദാസനാകുന്ന എന്നോടും ദൈവമക്കളാകുന്ന നിങ്ങളോടും നമ്മുടെ കരങ്ങൾ ദൈവസന്നിധിയിൽ ബലപ്പെട്ടിരിക്കുമോ? ഹല്ലേലൂയ. സ്തോത്രം. നമ്മളെ തന്നെ പരിശോധിക്കണം. വി ഹാവ് ടു എക്സാമിൻ അവർ സെൽസ്, നോട്ട് അതേഴ്സ്. ഹല്ലേലൂയ. വി ഹാവ് ടു എക്സാമിൻ അവർ സെൽസ്. നമ്മളെ തന്നെ ശോധന ചെയ്യുക. ഹല്ലേലൂയ. അപ്പോൾ ഏബ്രഹാം പരീക്ഷിക്കപ്പെട്ടു, ദൈവം ടെസ്റ്റ് ചെയ്തു. എന്തൊക്കെയാണ് അവിടെ പരീക്ഷിക്കപ്പെട്ടത്? അബ്രഹാമിൻ്റെ വിശ്വാസം അവിടെ പരീക്ഷിക്കപ്പെടുകയാണ്, ടെസ്റ്റ് ചെയ്യപ്പെടുകയാണ്. വിശ്വാസമുണ്ടെന്ന് പറഞ്ഞ് നടക്കുമല്ലായിരുന്നു. അവിടെ ടെസ്റ്റ് ചെയ്തു, അവിടെ പ്രൂവ് ചെയ്തു വിശ്വാസം ഉണ്ടെന്ന്. ഹല്ലേലൂയ. ദൈവത്തോടുള്ള സ്നേഹം അവിടെ ടെസ്റ്റ് ചെയ്യപ്പെടുക. ദൈവത്തെയാണോ, സ്തോത്രം, മോനെയാണോ സ്നേഹിക്കുന്നതെന്നുള്ള ഒരു അവിടെ എന്താ പറയുക, മാറ്റൊരച്ചു നോക്കുമായിരുന്നു. അവിടെ ആരെ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചത്? ഹല്ലേലൂയ. ഇതൊക്കെ തമ്പുരാൻ ടെസ്റ്റ് ചെയ്യുന്നേ. നിന്റെ വിശ്വാസം, നിന്റെ സ്നേഹം, നിന്റെ അനുസരണം. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം. നമ്മളെ സ്തോത്രം വീട്ടിൽ തന്നെ അടച്ച് ഇരിക്കുവാന്നിരിക്കട്ടെ, നമ്മൾ പുറത്തോട്ടെങ്ങും പോകുന്ന എക്സ്പോസ്ഡ് ആവുന്നില്ല. അപ്പം നമുക്ക് പറയാം, നമുക്ക് നല്ല ഇമ്മ്യൂണിറ്റിയാണ്. കാരണം എനിക്കൊരു അസുഖം വരുന്നില്ല, എനിക്ക് നല്ല ഇമ്മ്യൂണിറ്റിയും, ഐ ഹാവ് ഗുഡ് ഇമ്മ്യൂണിറ്റി. ബട്ട് വെൻ യു ആർ എക്സ്പോസ്ഡ് ടു ദ ബാക്ടീരിയ ഓർ ദ വൈറസ്, അവിടെയാണ് നിൻ്റെ ഇമ്മ്യൂണിറ്റി അല്ലെങ്കിൽ നമ്മുടെ ഇമ്മ്യൂണിറ്റി എങ്ങനെയുണ്ടെന്ന്. ആണോ ഞാൻ പറയുന്നത്? ഈ ബാക്ടീരിയ വൈറസ് ഒന്നുമല്ല നമ്മുടെ വിഷയം, നമ്മുടെ ടോപ്പിക് ബാക്ടീരിയ വൈറസ് ഒന്നുമല്ല. നമ്മൾ സ്വന്തം ടെസ്റ്റിലൂടെ കടന്നു പോകുമ്പോഴാ ഈ പറയുന്ന ഇമ്മ്യൂണിറ്റി ഉണ്ടോ, വിശ്വാസമുണ്ടോ, സ്നേഹമുണ്ടോ. സ്തോത്രം. സ്നേഹിക്കുന്നേ എന്നൊക്കെ പാട്ട് പാടാം അല്ലേ? അയ്യോ സ്നേഹിക്കുന്ന, കൈയൊക്കെ ഉയർത്തി നമ്മളെ പോലെ സ്നേഹിക്കുന്നേ പാട്ട് പാടാൻ ഒരു കുഴപ്പമില്ല. വിശ്വാസത്താലെല്ലാം ചെയ്തിടും ഞാൻ അല്ലേ? സ്തോത്രം. നമ്മൾ പാട്ട് പാടും, നോ പ്രോബ്ലം. ഹല്ലേലൂയ. സ്തോത്രം. ആമേൻ അല്ലേ? അനുസരിക്കും, ദൈവത്തെ അനുസരിക്കും സമ്പൂർണ്ണമായി. ഞാനിതാ എന്നെ തന്നെ, ഞാൻ എൻ്റെ വാക്ക് തന്നെ പറയുക, അപ്പോൾ കുഴപ്പമില്ലല്ലോ. ഹല്ലേലൂയ. ഞാനിതാ അനുസരണത്തിനായി. ഹല്ലേലൂയ. ഇതൊക്കെ പറയാൻ എളുപ്പമാണ്, പക്ഷേ when you go through a test, hallelujah, will you get the approval from God that you stood the test, that you are successful? Hallelujah. ദൈവം നമ്മെ ശോധന കഴിക്കുന്ന ദൈവമാ, ദൈവം നമ്മെ ടെസ്റ്റ് ചെയ്യുന്ന ദൈവമാ. അവിടെയാണ് നമ്മുടെ വിശ്വാസം, നമ്മുടെ ദൈവത്തോടുള്ള സ്നേഹം, ദൈവത്തോടുള്ള അനുസരണം വെളിപ്പെട്ടു വരേണ്ടത്. ഇവിടെ ഇതെല്ലാം അബ്രഹാമിൽ വെളിപ്പെട്ടു വന്നപ്പോൾ സ്വർഗം പ്രസാദിച്ചു. അബ്രഹാം എന്തിനെയാണോ ദൈവത്തിന് കൊടുത്തത്, നിന്റെ തലമുറ അനുഗ്രഹിക്കപ്പെടും. ദൈവത്തിന് എന്താണോ കൊടുത്തത് അതിൻ്റെ മേലെ പ്രോമിസസ് മുഴുവൻ വന്നത്. ഹല്ലേലൂയ. നിന്റെ തലമുറ അനുഗ്രഹിക്കപ്പെടും. നമ്മുടെ കുഞ്ഞുങ്ങളെ ദൈവത്തിന് സമർപ്പിച്ച് പ്രാർത്ഥിക്കണം. കർത്താവേ, എൻ്റെ തലമുറയുടെ മേൽ നിന്റെ ഹിതം നിറവേറട്ടെ, എൻ്റെ തലമുറ അനുഗ്രഹിക്കപ്പെടട്ടെ. ആമേൻ. ദൈവമേ, നിന്റെ ദാനമാ, ഞാനത് എന്താ പറയുന്നത്, വളർത്താൻ വേണ്ടി മാത്രം എൻ്റെ കൈ തന്നിരിക്കുക. ഇറ്റ് ഈസ് യുവേഴ്സ്. ഹല്ലേലൂയ. പ്രാർത്ഥിക്കണം, സമർപ്പിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കണം നമ്മുടെ കുഞ്ഞുങ്ങളെ. ഹല്ലേലൂയ. അബ്രഹാം ആ മേഖലകളിൽ സ്തോത്രം, ആമേൻ, അനുഗ്രഹം പ്രാപിക്കുവാൻ, വാഗ്ദത്തം പ്രാപിക്കുവാൻ, നിന്റെ തലമുറ അനുഗ്രഹിക്കപ്പെടുമെന്ന്. അപ്പോൾ അവിടെ അബ്രഹാമിൻ്റെ സമയം പെട്ടെന്ന് തീരുന്നു. വിശ്വാസവും അബ്രഹാമിൻ്റെ സ്നേഹം, ദൈവത്തോടുള്ള സ്നേഹം. നമുക്ക് വിശ്വാസമുണ്ടോ? ശ്വാസമുണ്ട്. സ്തോത്രം. വിശ്വാസമുണ്ടോ? എൻ്റെ കയ്യിൽ വിശ്വാസം മെഷർ ചെയ്യാനുള്ള ഇൻസ്ട്രുമെൻ്റ് ഒന്നുമില്ല. ഉണ്ടായിരുന്നു, ഞാൻ ഈ വാതിക്ക് കൊണ്ട് ഫിറ്റ് ചെയ്തതിന്. ഹല്ലേലൂയ. അപ്പോൾ അറിയാമല്ലോ എത്ര വിശ്വാസമുണ്ട്. എൻ്റെ മെഷറിംഗ് റോഡൊന്നുമില്ല. ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ ഞാൻ ആദ്യം എൻ്റെ നോക്കിയേനെ. സ്തോത്രം. നമ്മളൊരു ഫോട്ടോ കണ്ട ആദ്യം ഒരു ഗ്രൂപ്പ് ഫോട്ടോ കണ്ട ആദ്യം ആരുടെ ഫോട്ടോ നോക്കുന്നേ? നമ്മുടെ ഫോട്ടോ. എത്ര പറഞ്ഞാലും, അത് ഭർത്താവ് നിന്നാലും ഭാര്യ നിന്നാലും കൊച്ചു നിന്നാലും ആദ്യം നമ്മുടെ ഫോട്ടോ, അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ. ഇറ്റ്സ് എ ഫാക്ട്, ഇറ്റ്സ് എ റിയാലിറ്റി. ഹല്ലേലൂയ. ഞാൻ ആദ്യം എൻ്റെ വിശ്വാസം ഒന്ന് ടെസ്റ്റ് ചെയ്തേനെ, എന്നിട്ട് ഇവിടെ കൊണ്ട് തൂക്കിയേനെ എല്ലാവരും വരുന്നവരുടെയൊക്കെ വിശ്വാസം എത്രയുണ്ടെന്ന്. അപ്പോൾ അതിനനുസരിച്ച് മെസ്സേജ് പറഞ്ഞാൽ മതിയല്ലോ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്.
അങ്ങനെയുള്ള മെഷറിംഗ് റോഡൊന്നുമില്ല. ദൈവത്തോടുള്ള സ്നേഹം, ദൈവത്തോടുള്ള അനുസരണം. 90% അനുസരണമുള്ള സഹോദരൻ നാട് വരുന്നു. ഹല്ലേലൂയ. നമ്മളെ തന്നെ നമുക്കറിയാമെന്നേ. ഹല്ലേലൂയ. മെഷറിംഗ് റോഡൊന്നും ഇല്ലാതെ തന്നെ നമുക്കറിയാം നമുക്ക് എന്ത് വിശ്വാസമുണ്ടെന്ന്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. മെഷറിംഗ് റോഡ് ഇല്ല നമുക്കറിയാം നമുക്ക് എന്തോ ഒരു അനുസരണം ഉണ്ടെന്ന്. മെഷറിംഗ് റോഡ് ഇല്ല നമുക്കറിയാം കർത്താവിനെ നമ്മൾ എന്തുമാത്രം സ്നേഹിക്കുന്നത്. പക്ഷെ ദൈവം ടെസ്റ്റിലൂടെ കടത്തി വരുമ്പോൾ അത് വെളി വരും. വെൻ യു ആർ എക്സ്പോസ്ഡ്, ആമേൻ, വിശ്വാസം വെളി വരും. ആമേൻ, നിൻ്റെ അനുസരണം വെളി വരും. ഹല്ലേലൂയ. നിൻ്റെ സ്നേഹം വെളിയിൽ വരും. എത്രയുണ്ടെന്ന്. ഹല്ലേലൂയ. ആമേൻ. പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ എന്ന് പറഞ്ഞാൽ അവിടെ നിൽക്കുന്നവൻ. എൻജോയ്സ് ട്രയൽ, പെർസിവേഴ്സ്. ടെസ്റ്റിൻ്റെ നടുവിൽ ഹല്ലേലൂയ പ്രസംഗിക്കാനൊക്കെ എളുപ്പമാണ്. പരീക്ഷ വരുമ്പോഴാ ഹല്ലേലൂയ പരീക്ഷകൾ കേൾക്കാനും എളുപ്പമാണ്. പരിശോധന, വിശ്വാസത്തിൻ്റെ പരിശോധന. ഹല്ലേലൂയ. സ്റ്റുഡ് ദ ടെസ്റ്റ്. ഹല്ലേലൂയ. യോബ് പറയുക, ഞാൻ ബാക്കി പറഞ്ഞു വിടുക. എന്നെ ശോധന കഴിച്ചാൽ ഞാൻ പൊന്നുപോലെ, എന്നെ ശോധന ചെയ്താൽ, വീട്ടിൽ പോയി വായിച്ചാൽ മതി. യോബ് 23:10. എന്നെ ശോധന ചെയ്താൽ ഞാൻ പൊന്നുപോലെ പുറത്തു വരും. ഹല്ലേലൂയ. എന്നെ ശോധന ചെയ്താൽ ഞാൻ എന്ത് ചെയ്യും? പൊന്നുപോലെ, കീടമൊന്നുമില്ല, പൊന്നുപോലെ ഞാൻ പുറത്തു വരും. ഹല്ലേലൂയ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ദൈവം നമ്മളെ അറിയാൻ വേണ്ടിയിട്ടാണ് ചില ടെസ്റ്റുകളിലൂടെ കടത്തിവിടുന്നത്. ആമേൻ. സ്തോത്രം. ട്രയൽസ് കം ടു പ്രൂവ് us and improve us. എത്ര പേർക്ക് മനസ്സിലായി? ട്രയൽസ് കം ടു പ്രൂവ് us and to improve us. ചിലതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ദൈവം അനുവദിക്കുന്നതേ നമ്മൾ കുറച്ചുകൂടെ ഒന്ന് നല്ലതാവാൻ വേണ്ടിയിട്ടാണ്, ദൈവത്തിന് പ്രയോജനമുള്ളതാകാൻ വേണ്ടിയിട്ടാണ്. ദൈവം പല മീഡിയംസ് ഉപയോഗിക്കും. നമ്മുടെ കുഞ്ഞുങ്ങളെ നന്നാക്കി എടുക്കാൻ വേണ്ടി എന്തെല്ലാം പരിപാടികളല്ലേ. മോനെ, നീ അടങ്ങിപ്പോയിരുന്നാൽ തിരിച്ചു വരുമ്പം ഡയറി മിൽക്ക് മേടിച്ച് തരാം. സ്തോത്രം അല്ലേ. നീ നല്ല കുഞ്ഞായിട്ട് അവിടെ പോയിരിക്കുവാണെങ്കിൽ, അല്ലെങ്കിൽ നന്നായിട്ട് ബിഹേവ് ചെയ്യുവാണെങ്കിൽ, അടുത്ത ദിവസം സ്തോത്രം പൗണ്ട്ലാൻഡിൽ പോകുമ്പം അല്ലെങ്കിൽ BME പോകുമ്പം ഗിഫ്റ്റ് മേടിച്ച് തരാം. സ്തോത്രം അല്ലേ. പിന്നെ വേറെ നമ്മുടെ കയ്യിലുണ്ട് പരിപാടികൾ അല്ലേ. മര്യാദയ്ക്ക് ഇരുന്നില്ലെങ്കിൽ വീട്ടിൽ വരുമ്പോൾ ഞാൻ അല്ലേ, എന്തിനാ? നമ്മുടെ കുഞ്ഞിനെ നന്നാക്കുക. നമ്മുടെ കുഞ്ഞിനെ നേരെയാക്കാൻ വേണ്ടിയിട്ടുള്ള, നമ്മൾ ദൈവത്തിൻ്റെ മക്കളാണെങ്കിൽ തമ്പുരാൻ അറിയാം. സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിന് അറിയാമെന്ന്, എന്നെ അറിയാം, എൻ്റെ സ്വഭാവം അറിയാം, എന്നെ നന്നാക്കേണ്ട എങ്ങനെയാണെന്നും അറിയാം, എവിടെ തൊട്ടാൽ നീ നന്നാവുമെന്നും അറിയാം. എത്ര പേർക്ക് മനസ്സിലായി? അപ്പൻ ശിക്ഷിക്കാത്ത മക്കൾ എവിടെയുള്ളൂ? അപ്പൻ ശിക്ഷിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ കൗലിടയന്മാരെന്ന് പറഞ്ഞ് ഇല്ലെജിറ്റിമേറ്റ് സണ്ണെന്നാ. സ്തോത്രം. ഒരു ശിക്ഷ എനിക്കില്ല. സ്തോത്രം. ശരിക്കും പരിശോധിക്കണം ദൈവപൈതലായിട്ടുണ്ടോന്ന്. സ്തോത്രം. ആരും പിണങ്ങല്ലേ. ഹല്ലേലൂയ. ടെസ്റ്റ് ഒന്നും വരുന്നില്ല. അപ്പം നീ ശരിക്കും ക്ലാസ്സിൽ എൻറോൾ ചെയ്തിട്ടുണ്ടോയെന്ന്? എനിക്കൊരു പരീക്ഷയില്ല. നീ ക്ലാസ്സിൽ കയറിയിട്ട് വേണ്ട നിനക്ക് പരീക്ഷ. ഹല്ലേലൂയ. ലിസ്റ്റിനകത്തില്ലല്ലോ, നിൻ്റെ പേര് ലിസ്റ്റിലേ ഇല്ല, പിന്നെ നിന്നെ അങ്ങനെ പരീക്ഷിക്കുന്നേ. ആമേൻ. എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ടോ? സർവശക്തൻ്റെ പുസ്തകത്തിൽ പേരുണ്ടോയെന്ന് നമ്മളൊന്ന് പരിശോധിക്കണം. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. പേരുണ്ടോ? ആമേൻ. ദൈവ പൈതലാണോ? നിനക്ക് ടെസ്റ്റ് ഉണ്ട്, അത് നിശ്ചയമാണ്. ഹല്ലേലൂയ. അത് ഉറപ്പാ. അതേത് നിലകളിലും ദൈവം നിന്നെ പരിശോധിക്കും. നീ കൊള്ളാകുന്നവനായി തെളിയാനാ. നിനക്ക് പരിശോധനയുണ്ട്, ദൈവമക്കൾക്ക് പരിശോധനയുണ്ട്. അതിൻ്റെ അളവ് വ്യത്യസ്തമായിരിക്കും. നിനക്ക് എത്ര സഹിക്കാൻ പറ്റുമെന്ന് കർത്താവിന് അറിയാം. നിന്നെ എങ്ങനെ ടെസ്റ്റ് ചെയ്യണമെന്ന് കർത്താവിന് അറിയാം. അതാരും പഠിപ്പിക്കേണ്ട കാര്യമില്ല. അളവുകൾ വ്യത്യസ്തമായിരിക്കുമെങ്കിലും എല്ലാവർക്കും പരിശോധനകളുണ്ട്. ഒത്തിരി മെത്തേഡുകൾ ദൈവം യൂസ് ചെയ്യും. ചിലപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ടവരെ ആയിരിക്കും ദൈവം ഉപയോഗിക്കുന്നത്. ചിലപ്പോൾ നമ്മുടെ വീട്ടിനകത്തുള്ളവരെ ആയിരിക്കും നിന്നെ ടെസ്റ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നത്. ചിലപ്പോൾ നിൻ്റെ കൂടെ ജോലി ചെയ്യുന്നവരെ ആയിരിക്കും ദൈവം നിന്നെ ടെസ്റ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നത്. ചിലപ്പോൾ നിൻ്റെ സഭയ്ക്കകത്തുള്ളവരെ ആയിരിക്കും നിന്നെ ടെസ്റ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നത്. ഹല്ലേലൂയ. എത്ര പേർക്ക് സന്തോഷമുണ്ട്? ഓ ഹല്ലേലൂയ. നിന്നെ ടെസ്റ്റ് ചെയ്യാൻ ദൈവം ഉപയോഗിക്കുന്നത് നീ ആരാണെന്ന് പ്രൂവ് ചെയ്യ. ഹല്ലേലൂയ. ആമേൻ. ടെസ്റ്റിലൂടെ കടന്നു പോകുമ്പോഴാണെങ്കിൽ ദൈവം പലതും അനുവദിക്കും. ദൈവം പല മെത്തേഡ്സ് യൂസ് ചെയ്യുന്നതിനെ ടെസ്റ്റ് ചെയ്യാൻ. അബ്രഹാമിനെ ടെസ്റ്റ് ചെയ്ത് ഡയറക്റ്റ് ആയിരുന്നു. ഹല്ലേലൂയ.
ഇൻഡയറക്റ്റുകളിലും ടെസ്റ്റുകൾ വരാം. ഹല്ലേലൂയ. അപ്പോൾ ആമേൻ, പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ സഹിക്കുക, എൻജോഴ്സ്, സഹിക്കുക. സ്തോത്രം. നമ്മളൊക്കെ സാക്ഷ്യം പറഞ്ഞ് നമ്മൾ സഹനത്തിൻ്റെ, നിങ്ങൾ ആരെയും കുറ്റം പറയുക, ശരിക്കും നമ്മൾ സഹിക്കുമോ? ഹല്ലേലൂയ. സഹിക്കുമോ? ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. നമ്മൾ ശരിക്കും നമുക്ക് സഹനം ഉണ്ടോ? ആമേൻ. നമ്മുടെ ജീവിതത്തിൽ സഹനം ഉണ്ടെങ്കിൽ ഒരു വാക്യം വായിക്കാം. 2 തിമോത്തി ചാപ്റ്റർ 2 verse 9 to 11. പെട്ടെന്ന് വായിക്കാമേ. 2 തിമോത്തി ചാപ്റ്റർ 2 verse 9 to 11. ഞാൻ കഷ്ടം സഹിക്കുന്നു. ശ്രദ്ധിക്കണേ, സുവിശേഷം അറിയിക്കുന്നതിൽ ഞാൻ ചങ്ങല ധരിച്ച് കഷ്ടം സഹിക്കുന്നു. സകലവും സഹിക്കുന്നു, ഞാൻ അവർക്കായി സകലവും സഹിക്കുന്നു. ചങ്ങല ധരിച്ച് സഹിക്കുന്നു, ഞാൻ അവർക്ക് വേണ്ടി സകലവും എന്തെല്ലാം പൗലോസ് അപ്പോസ്തലൻ സഹിച്ചത്. അടുത്തത്, നാം അവനോടുകൂടെ മരിച്ചെങ്കിൽ കൂടെ ജീവിക്കും. മരിച്ചിട്ടുണ്ടോ? സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. ഒരടി കൊടുത്ത ഡെഡ് ബോഡി എവിടെയെങ്കിലും എഴുന്നേറ്റ് വരുമോ? ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസം ആരോടെ ഞാൻ പറഞ്ഞു, എനിക്കറിയത്തില്ല ആരോട്, ഞാൻ എൻ്റെ കൂടെ ട്രാവൽ ചെയ്യുന്നവരോട് ഇങ്ങനെ ദൈവജനം ഇങ്ങനെ സംസാരിക്കും. അപ്പോൾ അന്നേരം കൂടുതൽ ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ പറയുന്നത്. അപ്പം ഞാനിങ്ങനെ സ്തോത്രം, കൂടുതൽ അശ്വതും ഒലിവിയൊക്കെയാണ് കൂടുതൽ വചനം കേൾക്കാറുള്ളത്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് അശ്വതോട് ചോദിക്കും, അയ്യോ ഇതിനകത്ത് കയറണ്ടായിരുന്നു തോന്നിയിട്ടുണ്ടോ എന്ന് വണ്ടിക്കകത്തിലെ. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. അപ്പം ഞാൻ കഴിഞ്ഞ ദിവസം ആരോടോ പറഞ്ഞു, ഒരടി കൊടുത്ത ഡെഡ് ബോഡി എവിടെയെങ്കിലും എഴുന്നേക്കുന്ന കണ്ടിട്ടുണ്ടോ? അയ്യോ നമ്മളെ അടിക്കണ്ട, ഒന്ന് ചൊറിഞ്ഞാൽ മതി. നമ്മൾ അങ്ങനെ വീട് തന്നെ ഉണ്ട്, അറിയാതെ പറഞ്ഞാണെങ്കിലും നമ്മളെന്തുകൊണ്ട് നമ്മൾ ചാടി എഴുന്നേക്കും, രക്തം ചെയ്യൊക്കെ അങ്ങോട്ട് മാറ്റി അല്ലേ, നമ്മൾ എഴുന്നേക്കും, നമ്മൾ ആക്റ്റീവാകും, നമ്മൾ സ്തോത്രം. ശരിക്കും നമ്മൾ ക്രിസ്തുവിൽ മരിച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ജഡം മരിച്ചിട്ടുണ്ടെങ്കിൽ, ഹല്ലേലൂയ, പാപസംബന്ധമായി മരിച്ചിട്ടുണ്ടെങ്കിൽ, ഹല്ലേലൂയ, നമ്മുടെ റിയാക്ഷൻ, ഞാനിതാ പറഞ്ഞത്, ഇത് പ്രാരംഭത്തിൽ പറഞ്ഞത്, ക്രൈസ്റ്റ് ലൈക്ക് ക്യാരക്ടർ നമ്മിൽ വെളിപ്പെടണം. നമ്മിൽ ഓരോരുത്തരിലും ക്രിസ്തുവിൻ്റെ സ്വഭാവം വെളിപ്പെടണം. ക്രൈസ്റ്റ് ലൈക്ക് ക്യാരക്ടർ വെളിപ്പെടണം. ആമേൻ. ക്യാരക്ടർ വെളിപ്പെടണം. കരീസ്മ വിത്തൗട്ട് ക്യാരക്ടർ ഒന്നുമില്ല. നമ്മൾ ഭയങ്കര ഉണർവൊക്കെയാണ്, നമ്മുടെ സ്വഭാവം ഇല്ലെങ്കിൽ. അത് പാസ്റ്റർമാരോടും അത് തന്നെയാണ്, ഭയങ്കര ഉണർവ് പ്രസംഗമൊക്കെയാണ്. പക്ഷേ സ്വഭാവം ശരിയല്ലെങ്കിൽ നിൻ്റെ പ്രസംഗം കൊണ്ട് ഒരു പ്രയോജനവുമില്ല. സ്വഭാവം ശരിയല്ലാത്തവർ പ്രസംഗിക്കാതിരിക്കാമെങ്കിൽ അത് ഏറ്റവും നല്ല കാര്യമാണ്. സ്തോത്രം. ഹല്ലേലൂയ. സാക്ഷിയില്ലാത്തവൻ സാക്ഷ്യം പറയാതിരുന്നാൽ അതൊരു വലിയ സാക്ഷ്യമാണ്. ഹല്ലേലൂയ. എത്ര പേർക്ക് മനസ്സിലായി? ഞങ്ങളുടെ ചർച്ചിലൊരു സുവിശേഷകൻ പറഞ്ഞതാണ്. പുള്ളിക്കാരൻ എല്ലാ സ്ട്രീറ്റിലും പോയി സുവിശേഷം പറയുന്നതാണ്. പുള്ളിക്കാരൻ ഒരു ദിവസം ചർച്ച പറഞ്ഞു, സാക്ഷ്യമില്ലാത്തവരാരും ദയവ് ചെയ്ത് വരണ്ട. ഹല്ലേലൂയ. സാക്ഷ്യമില്ലാത്തവരാരും എൻ്റെ കൂടെ സുവിശേഷ വേലയ്ക്ക് വരണ്ട എന്ന് പറഞ്ഞാൽ പ്രസംഗിക്കാൻ തെരുവിലേ. നമ്മുടെ നാട്ടിൽ തന്നെ പ്രസംഗിക്കുന്നതെന്ന്, അതാ പ്രശ്നം. നമ്മുടെ നാട്ടുകാർക്ക് നമ്മളെ അറിയാം, നമ്മുടെ പഞ്ചായത്തിൽ തന്നെ പ്രസംഗിക്കുന്നേ. നമ്മൾ പോയിന്ന് കഴിഞ്ഞാൽ അയ്യോ ആ പുള്ളി വന്ന് ചർച്ചിലോട്ടാണ്, ഞങ്ങൾ വരുന്നില്ലെന്ന് പറയും. സ്വതന്ത്രം പുള്ളിക്കാരൻ്റെ പഞ്ചായത്തിലുള്ളവർക്കെല്ലാം അറിയാം. അപ്പോൾ അതുകൊണ്ട് പുള്ളി ഒരു ദിവസം ഈ പബ്ലിക്കായിട്ട് നമ്മുടെ ചർച്ചയിൽ തന്നെ പറഞ്ഞു, സുവിശേഷകനാ പുള്ളി, കുഴപ്പമില്ല, ചർച്ച പാസ്റ്റർ ആണെങ്കിലല്ലേ കുഴപ്പമുള്ളൂ, സുവിശേഷകനാ പുള്ളി, കുഴപ്പം. പുള്ളി പറഞ്ഞു, സാക്ഷ്യമില്ലാത്തവരാരും സുവിശേഷ വേലയ്ക്ക് എൻ്റെ കൂടെ. സാക്ഷ്യമില്ലാത്തവൻ സാക്ഷ്യം പറയാതിരുന്നാൽ അതൊരു സാക്ഷ്യമാണ്, ദൈവനാമത്തിന് മഹത്വമാണ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അപ്പം നമ്മൾ ക്രിസ്തുവിൽ, അടുത്ത വാക്യം, നാം അവനോടുകൂടെ മരിച്ചുവെങ്കിൽ കൂടെ ജീവിക്കും. സഹിക്കുന്നെങ്കിൽ, അതാണ് നമ്മുടെ വിഷയം. സഹിക്കുന്നെങ്കിൽ കൂടെ വാഴും. നമ്മൾ കർത്താവിന് വേണ്ടി എന്തോ സഹിക്കുന്നു. നമ്മൾ കർത്താവിന് വേണ്ടി എന്ത് സഹിക്കുന്നു? എന്താ സഹിക്കുന്നേ? നമുക്ക് എന്തായാലും സുവിശേഷ വേല നിമിത്തം പെർസിക്യൂഷൻസ് ഒന്നുമില്ല. അപ്പോസ്തലനായ പൗലോസിന് ചങ്ങലയും അടിയും സുവിശേഷ വേല നിമിത്തം പെർസിക്യൂഷൻസ് ഇല്ല, ഒന്നും സഹിക്കേണ്ടി വരുന്നില്ല. എന്തിനു സഹിക്കുന്നുണ്ടോ? സ്തോത്രം. അടുത്ത ഭാഗം, ദൈവവചനത്തിനു വേണ്ടി നീ ജീവിക്കുന്ന നിമിത്തം നിനക്ക് എന്തെങ്കിലും സഹിക്കേണ്ടി വരുന്നുണ്ടോ? ഹല്ലേലൂയ. ദൈവവചനം,
സ്തോത്രം, സ്തോത്രം, സ്തോത്രം. വചനം അകത്തുള്ളവർക്ക് എന്താ പറയുന്നത്, ഇതൊക്കെ സഹിക്കേണ്ടി വരും. വചനം അകത്ത് ക്രിയ ചെയ്യുന്നവർക്ക് വചനത്തിന് വേണ്ടി നിൽക്കാനുള്ളൊരു പോരാട്ടം ഉണ്ട് എപ്പോഴും. കാരണം നമ്മൾ ജഡത്തിൽ തന്നെ എപ്പോഴും ജീവിക്കുന്നത്. വി ആർ ലിവിങ് ഇൻ ഫ്ലഷ്. ഒരു പോരാട്ടം അകത്ത് നടക്കും. പക്ഷെ വചനം ജയമെടുക്കണം. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. എന്ന് പറഞ്ഞാൽ സഹിക്കണം. ക്രിസ്തുവിന് വേണ്ടി സഹിക്കണം, വചനത്തിന് വേണ്ടി സഹിക്കണം. ഓ ഹല്ലേലൂയ. നമുക്ക് പലതും സ്വന്തം നേട്ടങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ ആഗ്രഹമുണ്ട്. പലരൊക്കെ ചെയ്യുന്ന കാണുമ്പോൾ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ കാശ് കിട്ടാനുള്ള എല്ലാവരും പിണങ്ങിയിട്ടിരിക്കുമെന്ന് തോന്നുന്നു. ഈ മനുഷ്യൻ പ്രസംഗം നിർത്തിയായിരുന്നു എഴുന്നേറ്റ് വീട്ടിൽ പോകാറ്. ഹല്ലേലൂയ, സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. അല്ലേ, മറ്റുള്ളവരൊക്കെ ചെയ്യുന്ന കാണുമ്പോൾ അങ്ങനെ ചെയ്താൽ നല്ല കാശുണ്ടാക്കാം, എനിക്ക് ചെയ്യാനുള്ള എല്ലാ ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ദ വേർഡ് ഓഫ് ഗോഡ് സേയ്സ്, ദൈവവചനം പറയുന്നു, അതൊരു വിശ്വാസിക്ക് ചേർന്നതല്ല. അവിടെ ഞാൻ ഹല്ലേലൂയ എനിക്ക് ലഭിക്കേണ്ട നന്മകളെല്ലാം വേണ്ടാന്ന് വെക്കുക. ക്രിസ്തുവിൻ്റെ വചന നിമിത്തം എനിക്ക് വേണ്ട. ഐ ഡോണ്ട് വാണ്ട് ദാറ്റ് പ്രോഫിറ്റ്. എനിക്കത് വേണ്ട. കാരണം വചനം അതിനെ അപ്രൂവ് ചെയ്യുന്നില്ല. ഹല്ലേലൂയ. ദൈവവചനത്തിന് വേണ്ടി നിൽക്കണം. ഹല്ലേലൂയ, സ്തോത്രം. പലയിടത്തും പ്രതികരിക്കണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ വചനം പറയുന്നു, ആമേൻ, സ്തോത്രം, ക്രിസ്തുവിൻ്റെ സ്വഭാവം നിന്നിൽ വെളിപ്പെടണമെന്ന്. ഹല്ലേലൂയ, ക്രിസ്തുവിൻ്റെ സ്വഭാവം. ക്രിസ്തു എന്താണെന്നറിയത്തില്ല, ഇന്ന് രാവിലെ തൊട്ട് അത് തന്നെയാണ്. ക്രിസ്തുവിൻ്റെ സ്വഭാവം നമ്മിൽ വെളിപ്പെടുന്നില്ലെങ്കിൽ, കർത്താവിൻ്റെ സ്വഭാവം, ക്രിസ്തുവിൻ്റെ സ്വഭാവം, ക്രൈസ്റ്റ് ലൈക്ക് നേച്ചർ, ക്രൈസ്റ്റ് ലൈക്ക് ക്രിസ്തുവേശുവിലുള്ള ഭാവം നിങ്ങളിൽ ഉണ്ടാകട്ടെ. ക്രിസ്തുവിൻ്റെ സ്വഭാവം വെളിപ്പെടുന്നുണ്ടോ? ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം. കർത്താവ് പറഞ്ഞു, കർത്താവ് ആമേൻ അല്ലേ, അന്യായമായിട്ട് കഷ്ടം സഹിച്ചു. കർത്താവ് എന്തെങ്കിലും ചെയ്തിട്ടാണോ? കർത്താവിന് അടി കിട്ടിയ കർത്താവ് ചെയ്ത തെറ്റിൻ്റെ കുഴപ്പം കൊണ്ടാണോ? നോ, അന്യായമായിട്ട് ഹല്ലേലൂയ സഹിക്കുവാണ്. ഹല്ലേലൂയ. ആമേൻ. ഞാൻ വിഷയത്തിൽ വേഗത്തിലേക്ക് വന്ന് നിർത്തുകയാണ്. പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. അടുത്ത ഭാഗത്ത് പറയുന്നു, ഈ പരീക്ഷ എന്തിനാ പരീക്ഷ? കൊള്ളാകുന്നവനായി, ആമേൻ, കൊള്ളാകുന്നവനായി തെളിയേണ്ടത്. നീ കൊള്ളാകുന്നവനായി, നീ കൊള്ളാകുന്നവനായി തെളിയേണ്ടതിനാ ദൈവം ടെസ്റ്റ് ചെയ്യുന്നത്. നീ നശിച്ചു പോകാനല്ല, നീ കൊള്ളാകുന്നവനായി. സ്തോത്രം. എന്നെ ശോധന ചെയ്താൽ ഞാൻ പൊന്നുപോലെ പുറത്തു വരുമെന്ന് ഇയ്യോബ് പറഞ്ഞതുപോലെ ദൈവം നിന്നെ ശോധന ചെയ്യുന്നത് നീ കൊള്ളാകുന്നവനായി പുറത്തു വരാൻ വേണ്ടിയിട്ടാ. കൊള്ളാകുന്നവനായി തെളിഞ്ഞ ശേഷം കർത്താവ്, നമ്മൾ പലപ്പോഴും പറയും, വാക്യം പറയുമ്പോൾ എനിക്ക് പലരും തെറ്റിച്ച് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. സഹോദരൻ, പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ, അവൻ കൊള്ളാകുന്നതിനായി തെളിഞ്ഞ ശേഷം കർത്താവ് താൻ സ്നേഹിക്കുന്നവർക്കല്ല, കർത്താവ് തന്നെ സ്നേഹിക്കുന്നവർക്ക്. ആ വാക്യം അങ്ങനല്ലേ? കർത്താവ് തന്നെ സ്നേഹിക്കുന്നവർക്ക്. എല്ലാവരും 12:30 വീട്ടിൽ പോയാൽ മതി എന്നുള്ള സ്തോത്രം. ഒരു ഹല്ലേലൂയ പറയാമോ കർത്താവിന്? ഹല്ലേലൂയ. തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ള ജീവകിരീടം. പ്രൈസ് ദി ലോർഡ്. തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ള ജീവകിരീടം. ആരാ യേശുവിനെ സ്നേഹിക്കുന്നത്? ഒറ്റ വാക്യം കൂടെ വായിച്ചു നിർത്തുക. ജോൺ ചാപ്റ്റർ 14:15. ജോൺ ചാപ്റ്റർ 14:15. നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നെങ്കിൽ എൻ്റെ കൽപ്പനകളെ കാത്തുകൊള്ളും. അപ്പോൾ ആരാ കർത്താവിനെ സ്നേഹിക്കുന്നത്? സ്നേഹിക്കുന്നതെന്ന് പാട്ട് പാടുന്ന ആളാണോ? സ്നേഹിക്കുന്നത് പാട്ട് പാടുന്ന ആളുടെ അകത്ത് കർത്താവിൻ്റെ കൽപ്പനകളില്ലെങ്കിൽ, അത് പാലിക്കുന്നില്ലെങ്കിൽ പാട്ട് മാത്രമേ ഉള്ളൂ. ഹല്ലേലൂയ, ആമേൻ. കർത്താവിനെ സ്നേഹിക്കുന്നത് കർത്താവിൻ്റെ കൽപ്പനകൾ അനുസരിക്കുന്നവരാ. എന്നെ സ്നേഹിക്കുന്നവർ എൻ്റെ കൽപ്പനകളെ അനുസരിക്കും. കർത്താവ് തന്നെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി എന്ന് പറഞ്ഞാൽ കൽപ്പനകൾ അനുസരിക്കുന്നവർക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ള അല്ലെങ്കിൽ വാഗ്ദത്തം ചെയ്ത ജീവകിരീടം പ്രാപിക്കും. റെവലേഷൻ ചാപ്റ്റർ 2:10. ഹല്ലേലൂയ. റെവലേഷൻ ചാപ്റ്റർ 2:10. നീ സഹിപ്പാനുള്ളത് പേടിക്കണ്ട, നിങ്ങളെ പരീക്ഷിക്കേണ്ടതിന് പിശാച് നിങ്ങളിൽ ചിലരെ തടവിലാക്കുവാൻ പോകുന്നു.
10 ദിവസം നിങ്ങൾക്ക് ഉപദ്രവം ഉണ്ടാകുന്നു, മരണപര്യന്തം വിശ്വസ്തനായിരിക്കുക, എന്നാൽ ഞാൻ ജീവകിരീടം നിനക്ക് തരും. നമ്മൾ സ്നാനം കഴിഞ്ഞ് കയറുമ്പോൾ പറയുന്ന മരണപര്യന്തം വിശ്വസ്തനായിരിക്കുക, എന്നാൽ ജീവകിരീടം. ഹല്ലേലൂയ. എല്ലാ കണ്ണുകളും ദൈവത്തിൽ അടയപ്പെടട്ടെ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. എല്ലാ കണ്ണുകളും ദൈവത്തിൽ അടയപ്പെടട്ടെ. കർത്താവ് തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരു ജീവകിരീടം ഒരുക്കിയിട്ടുണ്ട്. ഹല്ലേലൂയ. അത് പ്രാപിക്കാൻ വേണ്ടിയിട്ട് ടെസ്റ്റിൻ്റെ നടുവിൽ നമ്മൾ നിൽക്കണം. ടെസ്റ്റിൻ്റെ നടുവിൽ those who endures trial, hallelujah, perseveres under trial, പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ, ഹല്ലേലൂയ, ഭാഗ്യവാൻ. പരീക്ഷയുടെ നടുവിൽ നമ്മൾ നിൽക്കണമെങ്കിൽ, നമുക്ക് നിൽക്കണമെങ്കിൽ കർത്താവിൻ്റെ കൃപ കൂടിയേ തീരത്തുള്ളൂ. പ്രാർത്ഥനയുടെ ബലം നമുക്ക് ആവശ്യമാണ്. ഹല്ലേലൂയ. ആമേൻ. പരീക്ഷയുടെ നടുവിൽ നിൽക്കുവാൻ ദൈവം നമ്മെ ബലപ്പെടുത്തട്ടെ. ഹല്ലേലൂയ. ടെസ്റ്റിലൂടെ കടന്നു പോകുന്നവർ ഓർക്കണം, കർത്താവ് നിങ്ങളുടെ കൂടെയുണ്ട്. ഹല്ലേലൂയ. പൊന്ന്, സ്തോത്രം, തീയിലിട്ടിട്ട് തട്ടാൻ ഒരിക്കലും എഴുന്നേറ്റ് പോകത്തില്ല. അവൻ ശ്രദ്ധാപൂർവം നോക്കിക്കൊണ്ടിരിക്കുകയാ ആ പൊന്നിന് വരുന്ന മാറ്റങ്ങൾ. എന്നതുപോലെ പ്രിയ ദൈവ പൈതലെ, നിന്നെ ടെസ്റ്റിലേക്ക് വിട്ടിട്ട് കർത്താവ് പോകത്തില്ല. അവൻ നിന്നോട് കൂടെ തന്നെ ഉണ്ട്. When you go through test, നീ പരീക്ഷയിലൂടെ കടന്നു പോകുമ്പോൾ നിന്നെ ടെസ്റ്റ് ചെയ്യുന്നവൻ നിന്നോട് കൂടെ തന്നെ ഉണ്ട് കേട്ടോ. ഹല്ലേലൂയ. അവൻ നിന്നിൽ വരുന്ന മാറ്റങ്ങൾ സസൂക്ഷ്മം ശ്രദ്ധിക്കുകയാ. നമ്മളെ ശ്രദ്ധിക്കുന്നൊരു കർത്താവുണ്ട്. നമ്മുടെ വാക്കുകളെ ശ്രദ്ധിക്കുന്നൊരു കർത്താവുണ്ട്. നമ്മുടെ ഹൃദയത്തെ നോക്കുന്നൊരു കർത്താവുണ്ട്. നമ്മുടെ പ്രതികരണങ്ങളെ നോക്കുന്നൊരു കർത്താവുണ്ട്. നമ്മൾ ആരാണെന്ന് വെളിപ്പെടുന്നത് ടെസ്റ്റിലാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽ ടെസ്റ്റിൻ്റെ നടുവിൽ നിൽക്കാൻ ദൈവത്തിൻ്റെ കൃപയ്ക്കായി നമുക്ക് യാചിക്കാം. കൊള്ളാകുന്നവളായി വെളിപ്പെടുവാൻ ഇടയാകട്ടെ. കർത്താവിൻ്റെ കൃപയ്ക്കായി യാചിക്കാം. കർത്താവ്, നിൻ്റെ കൃപ എൻ്റെ മേൽ ചൊരിയണമേ, നിൻ്റെ സാന്നിധ്യം എൻ്റെ മേൽ ചൊരിയണമേ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. Let's together pray. ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ആമേൻ. നിൽപ്പാനുള്ള കൃപ ദൈവത്തോട് ചോദിക്കാം. പരീക്ഷ സഹിപ്പാനും അതിന് നടുവിൽ നിൽക്കാനുമുള്ള കൃപ. ഹല്ലേലൂയ. കൊള്ളാകുന്നവളായി വെളിപ്പെടാനുള്ള കൃപ ദൈവം നമുക്ക് തരാൻ പ്രാർത്ഥിക്കാം. Let's together pray. ഒരുമിച്ച് പ്രാർത്ഥിക്കാം. നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുമ്പോൾ പ്രിയ ഫിലോ ബ്രദർ ഇപ്പോൾ പ്രാർത്ഥിക്കുമല്ലോ. Amen. Amen. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ യേശുക്രിസ്തുവിൻ്റെ കൃപയും നമ്മെ ആശ്വസിപ്പിച്ച് വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യവും സഹവാസവും കാവലും കൂട്ടായ്മയും നാം എല്ലാവരോടും കൂടി എന്നേക്കും നമ്മുടെ കർത്താവിൻ്റെ വിശുദ്ധമായ യേശുക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവരുണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. യേശുക്രിസ്തു മുഖാന്തരം ജയം നൽകി ദൈവത്തിൻ്റെ മഹത്വം കരേറ്റാം. ഹല്ലേലൂയ.